ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഡ്രാമ ഹബ്സ്. നമ്മൾ ഇന്ന് ഈ ഡ്രാമയുടെ സെക്കൻഡ് പാർട്ടാണ് കാണാൻ പോകുന്നത്. കഴിഞ്ഞ പാർട്ടുകളൊക്കെ കാണാത്തവരാണെങ്കിൽ അത് കണ്ടതിന് ശേഷം തുടർന്ന് കാണാനായിട്ട് ശ്രമിക്കുക. എന്നാലും മുന്നോട്ട് പോകുമ്പോൾ കഥയൊക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലാകും. നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ചെറിയ ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കാം. ഇപ്പോൾ നമുക്ക് നേരെ തന്നെ വീഡിയോയിലേക്ക് പോകാം. കട്ട് ചെയ്താൽ നെക്സ്റ്റ് ഡേ ഹീറോയുടെ അമ്മയും ജിയാങ്ങിന്റെ അമ്മയും ഫാക്ടറിയിൽ ജോലിക്ക് വരുന്നുണ്ട്. അവരും ഈ ഫാക്ടറിയിലാണ് ജോലി ചെയ്യുന്നത്. ഹീറോയുടെ അമ്മ, നിങ്ങളുടെ മകൻ കാരണമാണ് എന്റെ മോനും ഈ ഫാക്ടറിയിൽ ജോലിക്ക് വരാൻ പോകുന്നത്. രണ്ടുപേരും നന്നായി വരട്ടെ, നിങ്ങൾക്ക് ഞാനൊരു വലിയ ട്രീറ്റ് തരാമെന്നൊക്കെ അമ്മ പറയുന്നുണ്ട്. അപ്പോ മൈക്കിൽ അനൗൺസ്മെന്റ് കേൾക്കുവാണ്. ഒരു ഡേ തുടങ്ങുന്നതിന് മുമ്പ് ആരെങ്കിലും പാട്ട് പാടണം, ന്യൂസ് റീഡ് ചെയ്യണം, അങ്ങനെയൊക്കെ ചില കമ്പനീസിൽ ചെയ്യാറില്ലേ? ആ പണിക്ക് വേണ്ടിയാണ് ഹീറോ വന്നിരിക്കുന്നത്. അവന്റെ ഫസ്റ്റ് ഡേ ആണ്. മോമോയാണ് അവനെ ഈ ജോലിയിൽ ഏൽപ്പിച്ചു കൊടുത്തതും. മോമോയ്ക്ക് നമ്മുടെ ഷാലുവിനോട് ഒരു ക്രഷ് ഉണ്ട്. ഹീറോയ്ക്ക് പണിക്ക് വരാൻ തീരെ ഇൻട്രസ്റ്റ് ഇല്ല. എന്റെ അമ്മ എന്നെ ഫോഴ്സ് ചെയ്താണ് ഇവിടേക്ക് ചേർത്തതെന്ന് പറഞ്ഞ് ചെറിയ കുട്ടികളെ പോലെ പിണങ്ങി കരയാനായിട്ട് തുടങ്ങി. കോമഡി ആക്കാതെ എന്തെങ്കിലും സീരിയസ് ആയിട്ട് സംസാരിക്കട്ടെ എന്ന് മോമോ പറയും. ശരി, എന്നാ ഞാനൊരു കഥ പറയാമെന്ന് പറഞ്ഞ് അവൻ എന്തൊക്കെയോ അടിച്ചു വിടുന്നുണ്ട്. മോമോയും അതൊക്കെ സീരിയസ് ആയിട്ട് ഇരുന്ന് കേൾക്കുന്നുണ്ട്. ആ ബൈലി ഉണ്ടല്ലോ, അവളെ ഞാൻ വെറുതെ വിടാനേ പോകുന്നില്ലെന്ന് മൈക്ക് ഓൺ ചെയ്ത് വെച്ചിട്ടാണ് സംസാരിക്കുന്ന അറിയാതെ ഇവന്മാര് കഥ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. താഴെ നിന്ന് അമ്മ ഇതൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോഴാണ് കറക്റ്റ് ആയിട്ട് ഹീറോയിൻ അവിടേക്ക് വരുന്നത്. അപ്പോ മോമോ പറയും, നീ അവളുമായിട്ട് അധികം കളിക്കാൻ നിൽക്കല്ലേ, അവൾ ആരൊക്കെയോ കത്തിവെച്ച് കുത്തിയിട്ടുണ്ടെന്നൊക്കെയാ കേൾക്കുന്നേ. വളരെ ഡേഞ്ചർ ആണ്. അതുമല്ല, അവൾ എന്റെ റൂംമേറ്റും കൂടിയാണ്. നീ ഒന്ന് സൂക്ഷിച്ചൊക്കെ അവളുടെ കൂടെ കളിക്കെന്ന് പറയാണ്. ഇത് താഴെ നിന്ന് കേട്ട ഹീറോയിനും കയ്യിൽ ഒരു കത്രിക എടുത്തിട്ട് ഇവരുടെ നേരേക്ക് ഓടി വരുവാണ്. മോമോവും ഷാലോയും ഭയങ്കരമായിട്ട് പേടിച്ചു പോകുന്നുണ്ട്. ഞെട്ടി തിരിഞ്ഞു നോക്കിയാൽ അത് അവന്റെ അമ്മയായിരിക്കും. എടാ മണ്ടന്മാരെ, ഇത്ര നേരം മൈക്ക് ഓണിലായിരുന്നു എന്ന് പറഞ്ഞ് ഇവരെ വഴക്ക് പറയാണ്. അപ്പോഴാണ് ഹീറോയ്ക്കും അബദ്ധം മനസ്സിലാകുന്നത്. നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഒരു ഫ്ലവർ കട്ട് ചെയ്തിട്ട് ആ കത്രിക കൊണ്ട് ഓഫീസിലേക്കാണ് കയറി വന്നത്. ഇവളുടെ വരവ് കണ്ട് കൂടെ വർക്ക് ചെയ്യുന്ന അപ്പാപ്പനും ചെറുതായി ഷോക്ക് ആകുന്നുണ്ട്. കട്ട് ചെയ്താല് മോമോ റൂമിലേക്ക് വന്ന് നോക്കിയാല് ഓൾറെഡി ബൈലയുടെ തിങ്സുകളൊക്കെ അവിടെ ഉണ്ടാകും. അതൊക്കെ വെറുതെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നിറയെ ബുക്സുകളൊക്കെ കാണുന്നുണ്ട്. അതൊക്കെ എടുത്ത് അവള് ചുമ്മാ മറിച്ച് നോക്കുവാണ്. പിറ്റേ ദിവസം മോമോ ഇവരെ കാണുമ്പോ, നിങ്ങൾക്കൊരു കാര്യം അറിയാമോ, അവള് കാണാൻ കുറച്ച് സ്കാരി ലുക്കൊക്കെ ആണെങ്കിലും കയ്യില് പ്രണയത്തെ കുറിച്ചുള്ള നിറയെ ബുക്സുകളൊക്കെ കണ്ടു. ഇങ്ങനെയുള്ള ബുക്സുകളൊക്കെ ബോയ്സ് അല്ലേ വാങ്ങി വായിക്കുന്നതെന്ന് പറഞ്ഞതും, അവളൊരു ഡോക്ടർ ആണെന്നാ വിചാരിച്ചേ, ഇങ്ങനെയുള്ള ബുക്സുകളൊക്കെ അപ്പൊ വായിക്കോ എന്ന് ഷാലുവും കളിയാക്കാനായിട്ട് തുടങ്ങി. മോമോ ഇവന്മാരെ രണ്ടുപേരെയും ഒരു ഫാക്ടറിയിലേക്കാണ് കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഇവിടെയാണ് ഇനി ഷാലുവും ഷാനും ജോലി ചെയ്യാൻ പോകുന്നത്. മോമോ അവിടെയുള്ള വർക്കേഴ്സിനൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ അവരുടെ ഫസ്റ്റ് ഡേ ആണെന്ന് യൂണിഫോം ഒക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ കമ്പനിയിൽ ഇവരുടെ ഫസ്റ്റ് ഡേയിലെ യൂണിഫോം ഒക്കെ ഇട്ട് ഗെത്തായിട്ട് അവര് നടന്നു വരുവാണ്. അതേസമയം നമ്മുടെ ഹീറോയിൻ ബൈലയും വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുവായിരിക്കും. അപ്പോ പിന്നെയും ആ കോട്ട് ഇട്ട് ഞരമ്പൻ വരുന്നുണ്ട്. നമ്മുടെ ഹീറോ വർക്ക് ചെയ്യുമ്പോൾ ഇട്ടിരുന്ന ഹെൽമെറ്റ് ഇല്ലേ, അതേപോലെയാണ് ഇവനും ധരിച്ചിരിക്കുന്നത്. ബൈല ഇയാളെ കണ്ടതും ഷോക്ക് ആകുന്നുണ്ട്. എന്നാലും ഇയാൾ എന്താ ഇങ്ങനെ നേക്കഡായിട്ട് വന്ന് നിൽക്കുന്നതെന്ന് അവളും ബാഗിൽ നിന്ന് ഒരു കത്തി എടുക്കും. ഇവളുടെ അടുത്ത് പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്ന് കണ്ട അയാളും ഓടിപ്പോകും. പോകുന്ന വഴിക്ക് അവന്റെ ഹെൽമെറ്റ് താഴേക്ക് വീഴുന്നുണ്ട്. ഹീറോയിൻ ഓടി വന്നത് എടുത്തു നോക്കുമ്പോൾ അതിൽ ഷാലു എന്ന് നമ്മുടെ ഹീറോയുടെ പേരാണ് എഴുതി വെച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ഡേ നമ്മുടെ ഹീറോയെ കമ്പനിയിലേക്ക് വിളിപ്പിക്കുന്നുണ്ട്. അവൻ ചെന്ന് നോക്കുമ്പോൾ അവന്റെ കാണാതെ പോയ ഹെൽമെറ്റ് അവിടെ ഉണ്ടാകും. ഇത് ഞാൻ എവിടെയൊക്കെ നോക്കിയെന്ന് അറിയാമോ, ഇത് നിങ്ങൾക്ക് എവിടെ നിന്നാ കിട്ടിയെന്ന് ഹീറോ ചോദിച്ചാല്, ഇതാ രാത്രി കറങ്ങി നടക്കുന്ന ഞരമ്പിനിട്ടിരുന്ന ഹെൽമെറ്റ് ആണ്. സത്യം പറ ഷാലു, നീയാണോ അവനെന്ന് സെക്യൂരിറ്റി മാമൻ ചോദിക്കുവാണ്. എന്നെ കണ്ടാലും നിങ്ങൾക്ക് അങ്ങനെയാണോ തോന്നുന്നത്? നിങ്ങൾ എന്താ എന്നെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ഹീറോ തിരികെ ചോദിക്കും. അപ്പോ ബൈൽ അവിടേക്ക് വരുന്നുണ്ട്. എന്താ, അങ്ങനെ ആകാനും ചാൻസ് ഉണ്ടല്ലോ. എന്നോട് പ്രതികാരം ചെയ്യാൻ നീ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യില്ലെന്ന് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? എനിക്ക് നിന്നെ തീരെ വിശ്വാസമില്ലെന്ന് ഹീറോയിൻ പറയാണ്. എന്തായത്, എന്നെ വിശ്വാസമില്ലേ? ഈ പെണ്ണ് പുതിയതായിട്ട് വന്നിട്ടുള്ളതല്ലേ, അവളെ വിശ്വസിക്കുന്നുണ്ട്. ഞാൻ അത്രയും വൃത്തികെട്ടവനൊന്നല്ല, എനിക്ക് ഇങ്ങനെയൊക്കെ കള്ളം പറയേണ്ട ആവശ്യമില്ലെന്ന് ഹീറോ ടെൻഷൻ ആകാൻ തുടങ്ങും. ശരി ശരി, ഇപ്പോ നിങ്ങൾ രണ്ടുപേരും പോ, ഞാൻ ഇതിനെ കുറിച്ച് കാര്യമായിട്ടൊന്ന് അന്വേഷിക്കട്ടെ. അതിൽ നീയാണെന്ന് അറിഞ്ഞാല് ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാമെന്ന് സെക്യൂരിറ്റി മാമൻ അവനെ പേടിപ്പിക്കും. വേണ്ട, ഇത് ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം. അവൻ ആരാണെന്ന് കണ്ടുപിടിച്ച് എന്റെ ഇന്നസെൻസ് ഞാൻ തെളിയിച്ചിട്ടേ എനിക്ക് ഇനി വിശ്രമമുള്ളൂ എന്ന് പറഞ്ഞ് ഹീറോ പറഞ്ഞിട്ട് പോകുവാണ്. ഈ സമയം നമ്മുടെ ബൈലയുടെ ഓഫീസ് റൂമിൽ ഒരു ലേഡി, പെൺകുട്ടികൾ പുറത്തു പോകുമ്പോൾ ഡീസന്റ് ആയിട്ട് ഡ്രസ്സൊക്കെ ധരിച്ചിട്ട് വേണം പോകാൻ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് നമ്മുടെ ഹീറോയിനെയാണ് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹീറോയിൻ ഇത് കറക്റ്റ് ആയിട്ട് കേട്ടുകൊണ്ട് വരുന്നുണ്ട്.
മാഡം, ഞാൻ ഏത് ഡ്രസ് ഇട്ടാലും നടക്കാനുള്ളതാണെങ്കിലും നടന്നേ തീരൂ. ഇത് ഞങ്ങളുടെ ഡ്രസ്സിങ്ങിന്റെ പ്രശ്നമല്ലെന്ന് അവള് പറയും. അയ്യോ മോളെ, ഞാൻ നിന്നെ പറഞ്ഞതല്ലെന്ന് ആ ലേഡി പ്ലേറ്റ് തിരിക്കാനായിട്ട് നോക്കുന്നുണ്ട്. അപ്പോ അവിടേക്ക് കണ്ണാടി ഉണ്ടല്ലോ, അവൻ വരുവാണ്. അവൻ നമ്മുടെ ബൈലയെ ചൂണ്ടയിടാനായിട്ട് ഭയങ്കരമായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഹീറോയിനോ അവനെ ഒന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഷാലു പുറത്തേക്ക് വന്നതും ഏതവനായിരിക്കും അവിടെ എന്റെ ഹെൽമെറ്റ് പൊക്കിയത്? വർക്ക് കഴിഞ്ഞ് നമ്മൾ അത് താഴെയല്ലേ കൊണ്ടുവന്ന് വെച്ചത്, ആരായിരിക്കും എടുത്തതെന്ന് അവന്മാരെ ആലോചിക്കാൻ തുടങ്ങി. അവര് നടന്നു വരുമ്പോ ബൈല മറ്റു വർക്കേഴ്സിനെ ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് ഒരു ആപ്ലിക്കേഷൻ ഫോം ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇവരെല്ലാവരും ആണുങ്ങളാണല്ലോ, എന്തായത് ആണുങ്ങളെ ചെക്ക് ചെയ്യാനായിട്ട് ആൺ ഡോക്ടർ ഇല്ലേ? നിങ്ങൾ തന്നെയാണോ ഞങ്ങളെ ചെക്ക് ചെയ്യാൻ പോകുന്നതെന്ന് ഇവന്മാര് കളിയാക്കാൻ തുടങ്ങി. ഡോക്ടേഴ്സിൽ അങ്ങനെ ആണ് പെണ്ണൊന്നും വ്യത്യാസമൊന്നുമില്ല. എല്ലാവരും അവരുടെ പാന്റ് അഴിക്കെന്ന് പറഞ്ഞ് ഹീറോയിനും മാസ്കും കയ്യുറക്കി ഇട്ടിട്ട് റെഡി ആയിട്ട് നിൽക്കുവാണ്. എന്ത് പാന്റ് അഴിക്കാനോ? ഉള്ളിലിട്ടതോ അഴിക്കണോന്ന് ഷാൻ ചോദിക്കും. അതെ, എല്ലാം ഊരേണ്ടി വരും. ആദ്യം ഞാൻ ഷാലുവിൽ നിന്ന് തുടങ്ങാമെന്ന് പറഞ്ഞ് അവനോട് പാന്റ് അഴിക്കെന്ന് പറയുവാണ്. ഹീറോയും ലൈറ്റ് ആയിട്ട് പാന്റ് നീക്കി വെക്കുന്നുണ്ട്. ദാ മൊഴിക്ക് അഴിക്കട എന്ന് പറഞ്ഞതും ഹീറോ പാന്റ് അഴിച്ചു വിടുവാണ്. നോക്കിയാലും മിക്കി മൗസിന്റെ അണ്ടർവെയർ ആണ് അവൻ ഇട്ടിരിക്കുന്നത്. ഇത് കണ്ട് ചുറ്റും നിൽക്കുന്നവരെല്ലാവരും പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. ബൈലേക്കും ചിരി അടക്കാൻ പറ്റുന്നില്ല. നിന്റെ മിക്കി മൗസ് അണ്ടർവെയർ കാണിക്കാനല്ല പറഞ്ഞത്, മുഴിക്കെ ഊരടെന്ന് ഹീറോയിൻ പറഞ്ഞതും എന്നെ എല്ലാവരും മുമ്പിൽ വെച്ച് കളിയാക്കുവാണല്ലേ, എല്ലാവരും മുമ്പിൽ വെച്ച് അപമാനിക്കാൻ നോക്കുവാണല്ലേ എന്ന് പറഞ്ഞ് ഹീറോ പിണങ്ങി ഇറങ്ങിപ്പോയി. നേരെ ജിയാങ്ങിന്റെ അടുത്ത് വന്ന് എന്നെ എല്ലാവരും മുമ്പിൽ വെച്ച് അപമാനിക്കാൻ വേണ്ടി അവള് മനഃപൂർവ്വമാണ് അങ്ങനെയൊക്കെ പറയുന്നതെന്ന് അവൻ കംപ്ലൈന്റ് ചെയ്യാനായിട്ട് തുടങ്ങുവാണ്. എടാ, നീ ഇങ്ങനെ വാശി പിടിക്കാതെ, നിന്നേക്കാൾ വലിയവളാണ് അവളെങ്കിൽ ഞാൻ അത് നോക്കിക്കോളാം. നമ്മൾ ഇപ്പോ സൈലന്റ് ആയിട്ട് ഇരിക്കുന്നതാണ് നല്ലതെന്ന് അവൻ പറയും. അടുത്തത് ഹീറോയും ഷായും കൂടി നേരെ മോമോയെ കാണാനാണ് വരുന്നത്. നമുക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ, എനിക്ക് കണ്ടുപിടിച്ചേ തീരൂ, എന്റെ ഇന്നസെൻസ് എനിക്ക് തെളിയിച്ചേ പറ്റൂ, എന്തെങ്കിലും ഒരു ഐഡിയ പറയടേ എന്ന് ഹീറോ പറയാണ്. എനിക്ക് നിന്നെ വിശ്വാസമാണെന്ന് മോമോ പറയുന്നത് കേട്ട്, ശരി നീ എന്നെ വിശ്വസിക്കുന്നില്ലേ, എങ്കില് എനിക്ക് വേണ്ടി ഒരു ഹെൽപ്പ് ചെയ്യണം. നീ ഇന്ന് സുന്ദരിയായിട്ട് മേക്കപ്പ് ചെയ്ത് ആ വഴിയിലൂടെ പോകണമെന്ന് പറഞ്ഞ് ഹീറോ പ്ലാനുകൾ പറയുന്നുണ്ട്. മോമോ സുന്ദരിയായിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് റോഡിലൂടെ പോകണം. ഷാലുവും ഷാനും മാറി ഇവളെ വെയിറ്റ് ചെയ്ത് നിൽക്കും. കുറച്ച് സ്റ്റൈലായിട്ട് പെണ്ണുങ്ങളെ പോലെ നടന്നു പോടി എന്ന് പറഞ്ഞതും ഇവളും അതേപോലെയൊക്കെ നടന്നു പോകുവാണ്. പെട്ടെന്നാണ് ആ ഞരമ്പൻ മുമ്പിലേക്ക് വന്ന് നിൽക്കുന്നത്. ആ സമയം കറക്റ്റ് ആയിട്ട് ഷാൻ ഇടയിൽ കയറി, നിർത്ത് ടാ, ഇവള് ഞാൻ എങ്ങനെയാ പറഞ്ഞു വിടുന്നേ? അവൾക്ക് എന്തെങ്കിലും പറ്റിയാലേ എന്ത് ചെയ്യും? ഞാൻ ഈ പ്ലാനിന് ഓക്കെ അല്ലെന്ന് അവൻ പറയും. എടാ മണ്ടന്മാരെ, നിങ്ങൾ രണ്ടുപേരും എന്നെ വാച്ച് ചെയ്യുന്നുണ്ടല്ലോ, എനിക്ക് എന്തെങ്കിലും പറ്റിയാല് നിങ്ങൾ ഓടി വരില്ലേന്ന് അവള് ചോദിക്കുവാണ്. അവൻ ഞങ്ങളെക്കാളും സ്ട്രോങ് ആണെങ്കിൽ എന്ത് ചെയ്യും? പറ്റില്ല, ശരിയാവില്ലെന്ന് പറഞ്ഞ് ഷാൻ ഈ പ്ലാനിന് തീരെ സമ്മതിക്കുന്നില്ല. എന്നാ നീ തന്നെ മേക്കപ്പ് ഇട്ട് പോകേണ്ടി വരും, അപ്പൊ ഓക്കെ അല്ലേ എന്ന് പറഞ്ഞ് അവനെ പിടിച്ച് പെണ്ണുങ്ങളെ പോലെ ഡ്രസ്സൊക്കെ ചെയ്യിപ്പിച്ച് മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് ആ വഴി നടന്നു പോകാനായിട്ട് പറയുവാണ്. ഇവനും പെണ്ണുങ്ങളെ പോലെയൊക്കെ കുണുങ്ങി നാണത്തോടെ നടന്നു പോയിക്കൊണ്ടിരിക്കുവാണ്. ആ സ്ട്രീറ്റില് നിറയെ റൗഡി പയ്യന്മാര് നിൽക്കുന്നുണ്ട്. ഇവനെ ഈ കോലത്തിൽ കണ്ട് ശരിക്കുള്ള പെണ്ണാണെന്ന് കരുതി അവന്മാരടുത്തേക്ക് വരുവാണ്. എടാ, ഞാൻ ആണാടാന്ന് ഷാൻ എത്രയോ പറഞ്ഞു നോക്കുന്നുണ്ട്. ഓ, കള്ളം പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കുവാണ് ലേഡി കള്ളി, നിന്നെ ഞങ്ങൾ ഇനി വിടാനേ പോകുന്നില്ലെന്ന് പറഞ്ഞ് അവനെ തൊടാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ആ സമയത്താണ് ജിയാങ് ഈ ഗുണ്ടാ ഗ്യാങ്ങുമായി ഉണ്ടായ ഏതോ ഒരു പ്രശ്നത്തില് ഇവന്മാരെ അടിക്കാനായിട്ട് അവിടേക്ക് വരുന്നത്. ഇവരുടെ ഇടയിൽ ഉണ്ടായ അടിയിൽ ഇവരുടെ പ്ലാനും കുളമാകുന്നുണ്ട്. റൗഡി പയ്യന്മാരും പേടിച്ചോടിക്കളയും. നെക്സ്റ്റ് ഡേ ഷാലുവും ഫ്രണ്ടും ഇവന്റെ വേറൊരു ഫ്രണ്ട് ഉണ്ട്, അവന്റെ അടുത്ത് വന്നിരുന്നിട്ട്, ചേടാ ഇതിപ്പോ ഞങ്ങളുടെ പ്ലാൻ മാത്രമല്ലല്ലോ, ചേട്ടന്റെയും പ്ലാനും ഞങ്ങളും കുളമാക്കിയല്ലോ എന്ന് പറഞ്ഞ് പിറുപിറുക്കാൻ തുടങ്ങി. ആ സമയത്താണ് നിലവിളിച്ചുകൊണ്ട് മെസ്സിലെ കിച്ചണിൽ നിന്ന് ഷെഫ് ഓടി വരുന്നത്. കറിക്ക് വെട്ടാനായിട്ട് കെട്ടിയിട്ട പന്നിക്കുട്ടി വരണ്ടോടി വരുന്നുണ്ട്. എല്ലാവരും ജീവനും കൊണ്ട് ഓടിക്കോ എന്ന് പറഞ്ഞ്. ഇത് കേട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരും അലറി അടിച്ച് ഓടാനായിട്ട് തുടങ്ങി. പന്നിക്കുട്ടി അതിന്റെ ജീവനും കൊണ്ട് പേടിച്ച് ഓടി വരുമായിരിക്കും. അപ്പൊ അവിടെ ഒരു ഷെഫ് പെണ്ണുണ്ട്. അവൾ ഓടി വന്ന് പന്നിയെ പിടിക്കാനായിട്ട് നോക്കുന്നുണ്ട്. അപ്പോഴാണ് ബൈല അവിടേക്ക് വരുന്നത്. അവൾക്കൊന്നും പറ്റാതിരിക്കാനായിട്ട് ഹീറോ ചാടി അവളുടെ മേത്തേക്ക് വീണ് രക്ഷിക്കുന്നുണ്ട്. മേലെ നിന്ന് കൈയെടുക്കട വൃത്തികെട്ടവനെന്ന് പറഞ്ഞ് രണ്ട് തെറിയും പറഞ്ഞിട്ട് ബൈല എഴുന്നേറ്റ് പോകും. അത് ഹീറോയ്ക്ക് വളരെ അപമാനമാകുന്നുണ്ട്. അവിടെ ഒരു ഷെഫ് പെണ്ണുണ്ടായിരുന്നില്ലേ, അവൾ ഇവരുടെ ഫാക്ടറിയുടെ മാനേജർ ഉണ്ടല്ലോ, അവരുടെ മകളാണ്. പേര് ശിശി. ഈ ഫാക്ടറിയുടെ മെസ്സിലെ ഷെഫാണ്. സോ ശിശി, നീ എനിക്ക് വേണ്ടി ഒരു ഹെൽപ്പ് ചെയ്യാമോ എന്ന് ഷാൽ അവളോട് വന്ന് ചോദിക്കുവാണ്. ഓ, എന്റെ ഭംഗിയിലെ മങ്ങി എന്നോട് ക്ലോസ് ആകാൻ വേണ്ടിയാണോ എന്നോട് ഹെൽപ്പ് ചോദിക്കുന്നേ? എന്റെ ഭംഗി അല്ലാതെ ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാൻ വേറെ എന്തെങ്കിലും കാരണം ഉണ്ടെങ്കിൽ അത് പറ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കൈ നോക്കാമെന്ന് പറഞ്ഞ് ശിശി ഓവറായിട്ട് സീൻ ഇറക്കാൻ തുടങ്ങി. നീ ഭയങ്കര ധൈര്യശാലിയും കൂടിയാണ്. ഭംഗി മാത്രം ഒരു പെണ്ണിന് പോരാ, ധൈര്യവും വേണം. അങ്ങനെയാണെങ്കിലല്ലേ ആ ഞരമ്പം വരുമ്പോ അവനുമായിട്ട് ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കാൻ പറ്റുമോ എന്ന് ഇവൻ നല്ല പോലെ പൊക്കി വിടുന്നുണ്ട്. ശരിടാ, നീ എന്നെ നന്നായിട്ട് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെന്നാ തോന്നുന്നേ, അതുകൊണ്ട് മാത്രം ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ശിശി വാക്ക് കൊടുത്തിട്ട് അവിടെ നിന്ന് പോകുവാണ്. ഇതോടെയാണ് ഈ പാർട്ട് ഇവിടെ കഴിഞ്ഞിരിക്കുന്നത്. സോ ശിശിയെ വെച്ചിട്ട് ആ ഞരമ്പനെ പിടിക്കാനായിട്ട് നമ്മുടെ ഹീറോയ്ക്ക് പറ്റുമോ? ശരിക്കും ആ ഞരമ്പൻ ആരായിരിക്കും? ഇവരുടെ ഫാക്ടറിയിലുള്ള ആരെങ്കിലും തന്നെ ആയിരിക്കോ? ഹീറോ
ഹീറോ അവനെ ഇത്തവണെങ്കിലും കൈയോടെ പിടിക്കുമെന്നൊക്കെ നമുക്ക് അടുത്തടുത്ത പാർട്ടിലേക്ക് കണ്ടറിയാം. സോ അടുത്തടുത്ത് വരുന്ന എപ്പിസോഡുകളൊക്കെ മറക്കാതെ മിസ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റ് ചെയ്ത് പറയാനായിട്ട് മറക്കരുത്. അപ്പോ ഈ ഡ്രാമയുടെ മറ്റൊരു പാർട്ടുമായിട്ട് നമുക്ക് നാളെ തന്നെ കണ്ടുമുട്ടാം. അതുവരയ്ക്കും എല്ലാവർക്കും ബൈ.